മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിന്നി സംസാരിക്കാൻ വന്നിരിക്കുകയാണ് അനുമോളോടും ശൈത്യനോടും. അപ്പോൾ ബിന്നി ആദ്യം തന്നെ വന്നു കഴിയുമ്പോൾ പറയുന്നുണ്ട്, അനുമോളെ നീ കലക്കി, നിൻ്റെ ധൈര്യം ഞാൻ സമ്മതിക്കുന്നു. അവിടെ ഒറ്റയ്ക്ക് നിന്ന് നീ ചെയ്തത് തെറ്റോ ശരിയോ എന്തെങ്കിലും ആയിക്കോളട്ടെ, പക്ഷേ നീ ഇത് അത്രയും നേരം നീ അവിടെ സഹിച്ച് അവരോട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിന്നു എന്നുള്ളത് പറയേണ്ട നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ നീ അവിടെ ചെയ്തതെല്ലാം ശരിയാണോ എന്ന് എനിക്കറിയില്ല എന്നും ബിന്നി പറയുന്നുണ്ട്. അതേപോലെ പറയുന്നുണ്ട്, ഫുഡ് ആരെങ്കിലും ചോദിച്ച് വന്നാൽ എല്ലാവർക്കും ഫുഡ് കൊടുക്കുക. അപ്പോൾ അന്നിമോള് പറയുന്നുണ്ട്, എല്ലാവർക്കും ഇങ്ങനെ കുറേ കൊടുക്കാൻ ഇവിടെ ഇല്ലല്ലോ, നമ്മൾ ഇത്രയും പേർക്ക് അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ചോറ് ചോദിച്ചുകൊണ്ട് വരും. ചോറ് മാത്രമല്ല, അപ്പോൾ നമ്മൾ കറിയും കൊടുക്കണം. ചോറ് മാത്രം വെറുതെ കൊടുത്തു വിടാൻ പറ്റില്ലല്ലോ. അതിനു വേണ്ടി ഞാൻ ഇച്ചിരി ഇച്ചിരി എല്ലാവർക്കും വേണ്ടി മാറ്റി വെക്കാറുണ്ട്. ഇവിടെ ഏറ്റവും നന്നായി ഭക്ഷണം കഴിക്കുന്ന വ്യക്തികളാണ് അനീഷേട്ടനൊക്കെ. അനീഷേട്ടനൊക്കെ ചോറ് ചോദിച്ച് വരുമ്പോൾ ഞാൻ കറി മാറ്റി വെക്കാറുണ്ട്, എന്നിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. നീ അവിടെ കിച്ചൺ ടീമിലായിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് നെവിൻ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. നെവിൻ ചോദിച്ചുകൊണ്ട് വന്നോട്ടെ, പക്ഷേ നെവിൻ എന്തിനാണ് വന്ന് കട്ടെടുക്കുന്നത്? കട്ടെടുക്കുന്നത് കൊണ്ടല്ലേ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ആർക്കും തികയാതെ വരുന്നത്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, ഞാൻ കിച്ചണിലായിരുന്ന സമയത്തൊന്നും നെവിൻ വന്ന് കട്ടെടുക്കുകയൊന്നുമില്ല, അവൻ ചോദിച്ചിട്ടാണല്ലോ എടുക്കുന്നതെന്ന് നെവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അനുമോളും ശൈത്യ ഇതുവരെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. വേണ്ട വേണ്ട, വയറ് നല്ലോണം നിറഞ്ഞു, എനിക്ക് വേണ്ട, ശൈത്യയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദിൽ പറയുന്നുണ്ട്, ഞാനെന്നാൽ വാരി തരാം, നിങ്ങളതൊന്ന് കഴിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് എന്താണെങ്കിലും വേണ്ട, ഞാൻ ഇനി കഴിക്കാനും പോകുന്നില്ല എന്ന്. നിങ്ങൾ കഴിച്ചോന്ന് അനുമോൾ ആദിലേനോടും നൂറേനോടും പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ആദിലേക്കും നൂറയ്ക്കും നമ്മുടെ ശരത്ത് അവിടെ നിന്ന് വാരി കൊടുത്തിട്ടുണ്ടായിരുന്നു.